നമസ്കാരം. പറയുമ്പോൾ UDF പലതരം മാവുകൾ തിങ്ങി നിറഞ്ഞ ഒരു വലിയ മാവിൻ തോട്ടമാണെന്ന് തൽക്കാലം സങ്കല്പിക്കാം. നല്ല നാടൻ മൂവാണ്ടൻ മാങ്ങ പിടിക്കുന്ന കൊള്ളാവുന്ന മാങ്കൂട്ടം തോട്ടത്തിലുണ്ടത്രേ. ചില വിളഞ്ഞ മാവുകളും ഈ കൂട്ടത്തിലുണ്ട്. ദോഷം പറയരുതല്ലോ, അതിലൊരു വിളഞ്ഞ മാവിൽ നിന്നും ഒരു മാങ്ങാണ്ടി വീണ് കിളിച്ചു പോലും. മാങ്ങാണ്ടി വീണ് കിളിച്ചതാകട്ടെ ഒരു ചാനൽ ജീവനക്കാരുടെ തോട്ടത്തിലാണെന്നും പറയുന്നു. കിളിച്ച തൈ എന്റേതല്ലെന്നും എന്റെ മാങ്ങാണ്ടി ഈ സൈസ് അല്ലെന്നും ആ വിളഞ്ഞ മാവ് പറഞ്ഞതോടെ കിളിച്ച തൈ വാത്തണോ കളയണോ എന്ന കൺഫ്യൂഷനാണ് ജീവനക്കാർ. മാവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കണ്ട് മാങ്കൂട്ടത്തിന്റെ കാല് പിടിച്ചു നോക്കി ഈ ജീവനക്കാരി. മാങ്കൂട്ടം അമ്പിനും വില്ലിനും അടുക്കുന്നില്ലത്രേ. ചുറ്റുമേ ഇല്ലാതെ കിടന്നാൽ ഏത് വലിയ തോട്ടത്തിലും മാങ്ങാണ്ടി വീഴും തയ്യും കിളിക്കുമെന്ന് ചിലർ പറഞ്ഞ് കൈയൊഴിയുന്നുണ്ടെങ്കിലും സംഭവം സീരിയസ് ആണ് കേട്ടോ. UDF ആ വിളഞ്ഞ മാവ് ഏതാണെന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ എല്ലാ ചാനലുകാരും. ചില ചാനലുകൾക്കൊക്കെ മാങ്ങാണ്ടിയും തയ്യും മാങ്കൂട്ടവും ഒക്കെ മനസ്സിലായെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് പറ്റിയ അബദ്ധമായതിനാലും ചാനൽ മുതലാളിമാരുടെ വയറ്റിൽ മാങ്ങാണ്ടി ദഹിക്കാതെ കിടക്കുന്നതിനാലും വിഷയം അന്തിച്ചച്ച എടുക്കാതെ അന്തിക്ക് കൂര പറ്റാനുള്ള തിരക്കിലാണ് എഡിറ്റർമാരും മുതലാളിമാരും. സൂര്യകിരീടം ഉള്ള ഒരു ചാനൽ സൂപ്പർ ലേഡിയുടെ നേതൃത്വത്തിൽ മാങ്ങാണ്ടി നശിപ്പിക്കാനും തൈ പിഴുത് കളയാനും ഇടനില നിന്ന് ഒക്കെ സെറ്റപ്പ് ആക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടത്രേ. അപ്പൊ പിന്നെ മാങ്കൂട്ടവും മാവും മാങ്ങാണ്ടിയും ഒക്കെ ജഗപുകയാകും. തൽക്കാലം മാങ്ങാണ്ടി അവിടെ നിൽക്കട്ടെ, തൈമാവൊന്ന് വിളഞ്ഞോട്ടെ.